ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു സിമ്പിൾ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു 3 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഞാൻ ഇടയ്ക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. ചിലപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചില കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂസ എന്നൊരു വെജിറ്റബിൾ ആണ്, നമ്മളെ സുച്ചീനി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. നമ്മളെ ചിരങ്ങൻ്റെ ഒക്കെ ഒരു അനിയനായിട്ടൊക്കെ വരും. അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചൂണ്ടവലിൻ്റെ ഒരു പകുതിയോളം വരുന്ന ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടാണ്, ചതച്ചിട്ടില്ല, അരിഞ്ഞു വെച്ചതാണ്. ഒരു 3 പച്ചമുളക്. അതൊക്കെ നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് 650 ഗ്രാം ഇവിടെ ടൈസ് മാത്രം കിട്ടുന്ന ചിക്കനാണ്. അപ്പോൾ അത് തൊലി കളഞ്ഞ് പോകുമ്പോൾ ഏറെക്കുറെ ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇനി നമുക്ക് ചട്ടി വെച്ചത് ചൂടാക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വയ്ക്കാം, 2-3 ടേബിൾ സ്പൂൺ വയ്ക്കാം, അങ്ങനെ ആവശ്യത്തിന് വയ്ക്കാം. ഇപ്പോൾ എണ്ണ നല്ലതായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് സിമ്പിളാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ചൊക്കെ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതിലേറെ സിമ്പിളായിട്ട് ഉണ്ടാക്കലുണ്ട് ഞാൻ. ഇപ്പോൾ തിരക്കുള്ള ടൈമിലൊന്നും അതിലേറെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നല്ല ഉണ്ടാക്കിയെടുക്കാറുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക. സാധാ ചിക്കൻ കറി, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഒന്ന് വാട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഏറെക്കുറെ വാടി വന്നിട്ടുണ്ട്, ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. ചെറുതായി വെച്ച ഒരു 3 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. മേലെ സവാള ആണെങ്കിൽ 2 മതിയാവും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളക്, കീറിയ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഉള്ളി വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാകും. അത് മൂത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു മണം വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആദ്യം സവാള ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഉള്ളി ഒരു നന്നായിട്ട് വാടി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്, അടി പിടിക്കാൻ നമുക്ക് അത് കൊടുക്കാം. ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതൊരു ഉള്ളി ഏറെക്കുറെ ഇപ്പോൾ കണ്ടില്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും വാടിയ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ഇതിലുണ്ട് വെച്ചിട്ടുള്ളത്. ഇനി ഒരു മീഡിയം തക്കാളി ആണെങ്കിൽ ഒരു 1 മതിയാവും, അല്ലെങ്കിൽ വലിയ തക്കാളി ആണെങ്കിൽ 1 മതിയാവും. ഇതിൽ 2 ചെറിയ തക്കാളി 3 ചെറിയ തക്കാളിയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
തക്കാളി ഒന്ന് വാടി വന്നാൽ നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനകത്തിൽ കറിവേപ്പില ചേർക്കുന്നില്ല. കറിവേപ്പില ചേർക്കാത്ത കാരണം ഒന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ മറ്റൊരു കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മല്ലിപ്പൊടിയിൽ അതിൽ വറുത്ത ടൈമിൽ കറിവേപ്പിലയും ജീരകമെല്ലാം ചേർത്തത് കൊണ്ട് തന്നെയാണ് കറിവേപ്പില ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല. കറിവേപ്പില പ്രത്യേകിച്ച് വേറൊരു കറിവേപ്പിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാറുള്ളത്. അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നാട്ടിൽ നിന്ന് പൊടിപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. നാടൻ മഞ്ഞളാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അടുത്തതായി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വറുത്ത് പൊടിക്കുന്ന ടൈമിൽ ജീരകവും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലേവറില്ല മല്ലിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണ്, അതുപോലെ കളറും കിട്ടും. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങി പൊടിപ്പിച്ച പൊടിയാണ്, മുളകാണ്. അപ്പോൾ അത്യാവശ്യം കളറും എരിവും കിട്ടും. 1.25 ടീസ്പൂണ് മതിയോ. ഇതിൽ നമ്മൾ കുരുമുളകും മറ്റും ചേർക്കുമ്പോൾ അത്യാവശ്യം വരുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പച്ചമണം പോയിട്ടുണ്ട്, എണ്ണ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മസാല മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയം നമ്മൾ ആ ഒരു പച്ചക്കറിയും കൂടി ആഡ് ചെയ്യാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ കൂസയാണ് ആഡ് ചെയ്യുന്നത്. കാരണം അതിന് അത്യാവശ്യം ചിക്കൻ്റെ വേവ് അതിനും വരും. അതുപോലെ ചിക്കൻ്റെ മസാല കയ്യിലും പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കൂട്ടി കഴിക്കാനും ചോറ് കഴിക്കാനും. നമുക്കിത് ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ബാക്കി വെള്ളം ചിക്കനിൽ ഇറങ്ങി വരുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒന്ന് അടി പിടിക്കാതിരിക്കല്ല വെള്ളം മാത്രം ബാക്കി ചിക്കനിൽ നിന്ന് വരും. അതുപോലെ ഉപ്പിട്ട് കൊടുക്കാൻ സാധാരണ തിളച്ച് വരുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പ് നമ്മളിത് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. നമുക്കത് ചെറിയ തീയിൽ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലാണ് വേവുന്നത്. അപ്പോൾ അതൊന്ന് തിളക്കുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. നമുക്കത് തുറന്ന് നോക്കാമേ. നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
തുറന്ന് നോക്കുമ്പോൾ തന്നെ തിളച്ച് വരുന്നുണ്ട്. ശേഷം ഒരു 5-10 മിനിറ്റ് 5 മിനിറ്റ് കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാം. ഇതിൽ ഞാൻ പറഞ്ഞത് ഈ പച്ചക്കറിക്ക് കൂസ പറഞ്ഞ സാധനത്തിന് അത്യാവശ്യം വേവുള്ളതാണ്. ചിക്കൻ്റെക്കാളും കുറച്ചും വേവുണ്ടാവും തോന്നുന്നുണ്ടാകും. അപ്പോൾ ചിക്കൻ അവിടെ കുറേ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതോടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. 5-10 മിനിറ്റിനുള്ളിൽ കറി റെഡിയാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് അതുപോലെ എരിവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു, പൊടിക്കുക. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തത് നേരത്തെ ഇട്ട് ഉപ്പ് ഓക്കെയാണ്. പക്ഷേ ചോറിൽ കൂട്ടുമ്പോൾ ഒരു ചെറുതായിട്ട് കൂടി ഉപ്പ് വേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം. കാരണം ഇത് ഇതും ഒറിജിനലായിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലേവറുള്ളതാണ്. നമ്മൾ 1/2 ടീസ്പൂണ് ഗരം മസാല നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ ചിക്കൻ കറിയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ നാടൻ ചിക്കൻ കറി, അതിൽ നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ കറി. ഇപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ കഴിയും. നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ചിക്കൻ കറിയുമായിട്ട് വീണ്ടും കാണാം. നമ്മൾ കറി നന്നായിട്ട് റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയ്ക്ക് മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി വേണമെങ്കിൽ ഇപ്പോൾ അതിൽ പക്ഷേ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ട് എൻ്റെ രീതിക്ക് ഞാനൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചോറ് കൂട്ടി കഴിക്കാനൊക്കെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള കറികളും ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തോളൂ.